നമസ്കാരം. ഈയിടെ നമ്മൾ അലർജി എന്ന പ്രതിഭാസം വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. അലർജി എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തുക്കൾക്ക്, നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പരാഗരേണുക്കളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ആവാം, മരുന്നുകളാവാം. ഇവയുടെ എല്ലാം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ്. അതായത് ഈ അലർജൻസ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സാധാരണയായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി കുറച്ചുകൂടെ ഉയർന്ന് പ്രവർത്തിക്കുകയും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ശരീരത്തിന് വേണ്ടി തീർക്കുന്ന കാര്യങ്ങൾ ശരീരത്തിന് ദോഷമായിട്ട് വരികയും ചെയ്യുന്നതാണ് അലർജി എന്ന് പറയുന്നത്. അതായത് ഈ സംഗതികൾ ശരീരത്തിന് പിടിക്കാതെ വരുമ്പോൾ നല്ല ഒരു ശക്തമായ രോഗപ്രതിരോധ ശക്തിയുടെ റെസ്പോൺസ് വരുമ്പോൾ ശരീരത്താകമാനം ചൊറിച്ചിലുണ്ടാകുക, ചൊറിഞ്ഞ് തടിക്കുക, കണ്ണുകൾ ചുമക്കുക, കണ്ണുകളിൽ കൂടെ വെള്ളം വരിക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്ട്രീം ഫോം അല്ലെ കൂടിയ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്വാസോച്ഛ്വാസം തന്നെ നിലച്ചു പോവുക, ഇവയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് അലർജി എന്ന് പറയുന്നത്. എന്തിനൊക്കെ അലർജി വരാം? വളരെ സാധാരണയായിട്ട് പല രോഗികളും വരുമ്പോൾ പറയാറുണ്ട്, നമുക്ക് ഇന്നലെ വരെ ഇത് കഴിച്ചിരുന്നപ്പോൾ അലർജി ഇല്ലായിരുന്നു, ഇപ്പൊ ഇന്ന് അലർജി വരാൻ എന്താണ് കാരണം? അങ്ങനെ സംഭവിക്കാറുണ്ട്. വളരെ സാധാരണമായിട്ടുള്ള സംഗതികൾ, അതായത് മുട്ട അല്ലെങ്കിൽ ഗോതമ്പ്, ഇമാതിരിയുള്ള സംഗതികൾക്കൊക്കെ. പിന്നെ വളരെ സാധാരണയായിട്ട് അലർജി വരുന്ന ഒരു ആഹാര സാധനമാണ് പ്രോൺസ്, അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ച്, അതുപോലെ തന്നെ ബീഫ്. ഇതിനൊക്കെ അലർജി വരാനുള്ള, അധികം പ്രോട്ടീൻ അടങ്ങിയ ആഹാര സാധനങ്ങൾക്ക് അലർജി വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ചെടികളിൽ നിന്ന് വരുന്ന പൂമ്പൊടികൾ, പരാഗ കണങ്ങൾ, ഇവയ്ക്ക് അലർജി വളരെ സാധാരണയായിട്ടുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, വെറുതെ രാവിലെ എണീക്കുമ്പോൾ അങ്ങ് തുമ്മൽ തുടങ്ങും, വെളിയിലോട്ടൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ തുമ്മൽ അങ്ങ് തുടങ്ങും. ഇതും ഒരു അലർജിയുടെ പ്രതിഫലനമാണ്. ഉദാഹരണത്തിന് റബ്ബറിന്റെ പൂക്കൾക്ക് ഒരുപാട് പേർക്ക് അലർജി ഉണ്ട്. ഇപ്പൊ കെമിക്കൽസ് എടുക്കുകയാണെങ്കിൽ റബ്ബർ ഗ്ലൗസ് ഇടുന്നവർക്ക്, അല്ലെങ്കിൽ ഈവൻ കോണ്ടം യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കെമിക്കൽസിനും അലർജി ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ അലർജി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി തന്നെ കുറച്ച് ഉയർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ഇത് സാധാരണയായിട്ട് ചെറിയ തോതിലാണെങ്കിൽ നമുക്ക് അലർജിക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ചിലപ്പോൾ സ്റ്റീറോയിഡ് വകുപ്പിലുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാം. പക്ഷെ വളരെ ശക്തമായിട്ട് വന്ന് ശ്വാസനാളം തന്നെ അടയുകയും വയറ്റിൽ വല്ലായ്മ വന്ന് ഛർദിൽ വരികയും BP താഴ്ന്നു പോവുകയും രോഗി ഒരു കൊളാപ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ അബോധാവസ്ഥയിലേക്ക് വഴുതി പോകുന്ന ഒരു ഘട്ടം വരെ വന്നാൽ അതൊരു സീരിയസ് അലർജിയാണ്. അത്തരത്തിലുള്ള ഒരു സീരിയസ് അലർജി നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ഈ ശ്വാസനാളത്തിന്റെ ചുരുക്കം നമ്മൾ റിലീവ് ചെയ്ത് ഓക്സിജൻ എത്രയും വേഗം രോഗിക്ക് എത്തിക്കേണ്ടതാണ്. അപ്പൊ അതിന് അതുപോലെയുള്ള ശക്തിയുള്ള മരുന്നുകൾ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഈ അലർജിയുടെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എങ്കിൽ, പലതവണ ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ അനുഭവത്തിൽ നമുക്കിത് അറിയാം എന്നുണ്ടെങ്കിൽ ചില ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ വീട്ടിൽ കഴിച്ചു നോക്കുന്നതിന് തരക്കേടില്ല. പക്ഷെ വളരെ ശക്തമായിട്ട് ഇതുപോലെ ചൊറിഞ്ഞു തടിക്കുന്നു, അല്ലെങ്കിൽ നിർത്താതെ ചുമ വരുന്നു, കണ്ണിനു ചുറ്റും വളരെ കൂടിയ തടുപ്പ് വരുന്നു, ശബ്ദം പുറത്തേക്ക് വരാതെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണെങ്കിൽ അതൊരു സീരിയസ് അലർജിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എത്രയും വേഗം ആശുപത്രിയിലേക്ക് ചെല്ലേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവാം. നമുക്കറിയാം, ഒരു തവണ അലർജി വന്നു കഴിഞ്ഞാൽ അതേ സാധനം വീണ്ടും പരീക്ഷണാർത്ഥം നമ്മൾ വീണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന അലർജി വളരെ ശക്തമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മരുന്നുകളിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ചില ആന്റിബയോട്ടിക്സും വേദന സംഹാരി മരുന്നുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ അലർജീസ് കാണാറ്. പിന്നെ നമ്മൾ CT സ്കാൻ എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഡൈസ്, ഇതിനൊക്കെ അലർജി വരാം. അപ്പൊ ഈ ഒരു തവണ ഒരു മരുന്നിന് അലർജി നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു തവണ ഒരു ആഹാര സാധനത്തിന് അലർജി നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത തവണ അത് വളരെ ശക്തമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്തെങ്കിലും മരുന്നുകൾക്ക് അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറിച്ച് പോക്കറ്റിൽ വെക്കുക. അതുപോലെ തന്നെ ആഹാര സാധനങ്ങളും വീണ്ടും വീണ്ടും നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിച്ചു നോക്കരുത്. വളരെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകാം.
ഇപ്പൊ അലർജി കണ്ടുപിടിക്കാൻ എന്താണ് ടെസ്റ്റ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. IgE പരിശോധിച്ച, അങ്ങനെ ഒരു തുമ്മൽ വരുമ്പോഴേക്കും IgE പരിശോധിച്ചുകൊണ്ട് ആളുകൾ വരാറുണ്ട്. ഈ IgE എന്ന പരിശോധന അത് നമ്മൾ കൃത്യമായി വിട്ടുമാറാത്ത അലർജി, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഡോക്ടേഴ്സ് പറയുമ്പോൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ IgE അല്പം കൂടി എന്ന് ഭയങ്കര കടുത്ത വേവലാതിയോടെ OPD-യിൽ രോഗികൾ വരാറുണ്ട്. IgE കൂടി നിൽക്കുന്നത് അല്ലെ ഈസ്നോഫീലിയ കൂടി നിൽക്കുന്നത് അലർജിയുടെ ഒരു പ്രതിഫലനമാണ്, രക്തത്തിലെ ഒരു പ്രതിഫലനമാണ്. അല്ലാതെ അത് രോഗമായിട്ട് നമ്മൾ എടുത്ത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ടെസ്റ്റുകൾ എല്ലാം ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം ആ ടെസ്റ്റുകളിൽ നിന്ന് എന്തെങ്കിലും നമുക്കൊരു കൺക്ലൂഷൻ എടുക്കത്തക്ക വിധത്തിൽ മാത്രം ചെയ്യുക. അനാവശ്യമായ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് അതിൽ ചില വാല്യൂസ് അല്പം കൂടി കണ്ടാൽ ഉടനെ നമ്മൾ ആങ്ഷ്യസ് ആവേണ്ടതില്ല. അപ്പൊ അലർജിയെ പറ്റി ഡോക്ടേഴ്സ് പറയുന്ന ടെസ്റ്റുകൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഈ അലർജി മാറ്റാൻ ചില ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയും ചികിത്സയും ഉണ്ട്. പക്ഷേ അത് വളരെ ഒരുപാട് കൃത്യമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ലാബുകളും മറ്റുമൊക്കെ അത് പരസ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിലൊന്നും ആ ടെംപ്ടേഷൻസിലൊന്നും വീഴാതിരിക്കുക. കൃത്യമായി മെഡിക്കൽ കോളേജസിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അപ്രൂവ്ഡ് സെന്ററുകളിൽ ചെയ്യുന്ന ഡീസെൻസിറ്റൈസേഷൻ ടെസ്റ്റുകൾക്ക് മാത്രമേ നമ്മൾ വഴങ്ങി കൊടുക്കാവൂ. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഡയറക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഡീസെൻസിറ്റൈസേഷൻ ടെസ്റ്റിന് പോകാവൂ. കാരണം ഒരുപാട് ശരിയല്ലാത്ത പല ക്ലെയിംസുമായിട്ട് ഒരുപാട് സെന്ററുകൾ പത്രത്തിലും ഒക്കെ പരസ്യം ചെയ്യുന്ന കാണാം. അതൊന്നും നിങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഏറ്റവും പ്രധാനം എന്താണ് അലർജൻ എന്ന് നമ്മുടെ അനുഭവത്തിലൂടെ കണ്ടെത്തി അത് ഒഴിവാക്കുക. ചെറിയ അലർജീസ് ആണെങ്കിൽ അത് വരുന്ന സമയത്ത് കഴിക്കാനുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. ഗുരുതരമായ അലർജീസ് വരുന്ന ആൾക്കാർക്ക് എപ്പിപെൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, അതിപ്പം കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ചില സന്ദർഭങ്ങളിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് ജീവന് തന്നെ ആപത്തായിട്ടുള്ള അലർജീസ് വന്നിട്ടുള്ളവർക്ക് നമ്മൾ യാത്രകളിലും ഒക്കെ ഈ എപ്പിപെൻ കയ്യിൽ വെക്കാൻ പറയാറുണ്ട്. അത് കുറച്ചുകൂടെ വില കുറഞ്ഞ് മാർക്കറ്റിൽ ഇനി അവൈലബിൾ ആവും എന്ന് വിചാരിക്കുന്നു. അതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, അലർജി തുടങ്ങി ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രീതിയിൽ ശ്വാസം മുട്ടല്, ശബ്ദത്തിന് മാറ്റം, ശബ്ദം പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ വരിക, ഛർദിക്കുക, അബോധാവസ്ഥയിലേക്ക് രോഗി വഴുതി വീഴുന്ന ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടണം. താങ്ക് യു.